ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ പറ്റിച്ചതായി പരാതി. കോഴിക്കോട് മുക്കത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് എഡ്യൂ കൺസൾട്ടൻസിക്കെതിരെയാണ് പരാതി. പണവും വിസയും കിട്ടാതായതോടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് മുന്നിൽ പെട്രോളുമായി എത്ത് ജീവനൊടുക്കുമെന്ന് യുവാവ് ഭീഷണി മുഴക്കി. ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. 2.5 കൊല്ലമായിട്ട് തന്നെ വിദേശത്ത് ഇസ്രായേലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് 3,35,000 രൂപ മേടിച്ച് പറ്റിച്ചാണ്. എനിക്ക് എന്റെ ആധാരം വരെ 23 സെന്റ് സ്ഥലമുള്ളൂ, 3 മക്കളുണ്ട്. കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിദേശത്ത് പോകാൻ ഞാൻ നിന്നത്. എനിക്ക് യാതൊരു രക്ഷയില്ല. ഇയാൾ എല്ലാ പ്രാവശ്യവും ഓരോരോ ഉടായ്പ പറഞ്ഞിട്ട് തന്നെ ഈ സ്ഥാപനമാണോ? ആ സ്ഥാപനം ഗ്രേസ് എന്ന് പറഞ്ഞ സ്ഥാപനം ജെല്ലി സഭാസ് എന്നാണ്. കുറുമട്ടമ്പനി എന്ന് പറഞ്ഞ മുതുകാട്ടിലുള്ള ഒരാളാണ് ഇവിടെ കൊണ്ട് എന്നെ ഈ കുടുക്കിൽപ്പെടുത്തിയത്. ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് 2.5 വർഷം മുൻപാണ് പേരാമ്പ്ര മുതുകാട് സ്വദേശി ജോഷിയിൽ നിന്നും ഗ്രേസ് എഡ്യൂ കൺസൾട്ടൻസി 3,35,000 രൂപ വാങ്ങിയത്. മെഡിക്കൽ എടുക്കുന്നതിനും മറ്റുമായി 1.5 ലക്ഷത്തോളം രൂപയും ജോഷിക്ക് ചെലവായി. എന്നാൽ പണവും ആവശ്യമായ രേഖകളും നൽകി 2.5 വർഷം കഴിഞ്ഞിട്ടും വിസയോ പണമോ ലഭിക്കാത്തതോടെയാണ് ജോഷി ഒരു കുപ്പി പെട്രോളുമായി കൺസൾട്ടൻസിക്ക് മുന്നിലെത്തിയത്. 1.5 ലക്ഷം ഇത് കൂടാണ്ട് ഇയാൾ എന്നെ കൊണ്ട് മുടക്കി. ഇയാൾ വാങ്ങി കൂടാണ്ട് എന്നെ കൊണ്ട് 1.5 ലക്ഷത്തോളം രൂപ മുടക്കിച്ചിട്ടുണ്ട്. എന്റെ വണ്ടി വിപ്പിച്ചു, എന്റെ റബ്ബർ എടുത്ത് പാട്ടം വെട്ടുന്ന ആളായിരുന്നു, എന്റെ തോട്ടം വിപ്പിച്ചു, എന്റെ എല്ലാ സംഗതി ഇയാൾ നശിപ്പിച്ചു. ജോലി സകലമായ ജോലി ആകെ ഞാൻ ഒരു തോട്ടം തൊഴിലാളിയാണ്. ആ ജോലി മാത്രം രാജിവെച്ചിട്ടില്ല. എനിക്ക് എന്റെ അടുത്ത് ആകെ ഒരു പഴയ ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ. പോലീസ് ഇടപെട്ടാണ് യുവാവിനെ പിന്തിരിപ്പിച്ചത്. ജോഷിക്ക് പിന്നാലെ കൺസൾട്ടൻസിക്കെതിരെ പരാതിയുമായി സ്ത്രീകൾ ഉൾപ്പെടെ രംഗത്തെത്തി. കണ്ണൂർ ഉളിക്കൽ സ്വദേശി വിദ്യാരാജൻ 1,10,000 രൂപയും ഇരിട്ടി സ്വദേശി ജിനു ജിജോ 2,40,000 രൂപയുമാണ് ഇസ്രായേൽ വിസയ്ക്കായി കൺസൾട്ടൻസിയിൽ നൽകിയത്. ഇരുവർക്കും വിസയോ നൽകിയ പണമോ തിരികെ ലഭിച്ചില്ല. ആദ്യം 10 വാങ്ങി, പിന്നെ 1 വാങ്ങി. ഒരു വിവരമില്ല. ഓരോ തവണ ഞങ്ങൾ വിളിക്കും, അതാക്കി ഇതാക്കി അവിടെ വെച്ച് ആക്കും, പിന്നെ മെഡിക്കൽ എടുക്കുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓരോ തവണ 2.5 കൊല്ലം ഞങ്ങൾ മുമ്പോട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് പൈസ തിരിച്ചില്ല. പോക്ക് നടന്നിട്ടുമില്ല. ഓരോരുത്തരും ഓരോ രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എത്രയും വേണം ഞങ്ങൾ പൈസ തിരിച്ചു തരണം. കിട്ടാണ്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകില്ല. ഞാൻ സർവർ എല്ലാം പാക്ക് ചെയ്ത് എനിക്ക് വിസ വരെ വന്നു സർവറും പാക്ക് ചെയ്ത് വെച്ച് ഞാനാണ് ലക്ഷങ്ങൾ അന്ന് പറഞ്ഞ നിന്ന് നിൽക്കുക 1 ലക്ഷം രൂപ അവർ മേടിക്കുകയും ചെയ്തതാണ്. എന്നിട്ടാണ് ആ പൈസ തിരിച്ചു വെച്ചിട്ട് തരാത്തത്. നീട്ടി പോകുന്നല്ലാണ്ട് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവില്ല. എന്തായാലും പൈസ ഇല്ലാതെ ഞങ്ങൾ പോകുന്നു. സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.